Programmable Logical Controller, അഥവാ PLC. അപ്പോൾ അതിനെപ്പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ആദ്യമേ ബേസിക്സ് ഒക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള സെക്കൻഡ് എപ്പിസോഡാണ് ഇത്. ഇത് വരാൻ കുറച്ച് വൈകി, അത് നമ്മൾ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PLC എങ്ങനെ വയർ ചെയ്യാം, എങ്ങനെയാണ് PLCയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്, എങ്ങനെയാണ് ഇതിന്റെ ബേസിക്സ് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ലോഗോസ് ഓഫ് PLC ആണ് എടുത്തതെങ്കിൽ പോലും ഒരു PLCയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് തന്നെ മതി. അല്ലെങ്കിൽ ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുക, ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും, ബേസിക്സ് ഒന്നും, ഇൻട്രൊഡക്ഷൻസ് ഒന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. കാരണം വീണ്ടും അത് ലാഗ് ആവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നേരിട്ട് നമ്മൾ ഇതിന്റെ വയറിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡും കൂടെ കണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ PLC എന്ന് പറയുന്നത് ബേസിക് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഇൻപുട്സും കുറച്ച് ഔട്ട്പുട്സും ആണുള്ളത്. അതിൽ ഇൻപുട്സ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനുള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്, ആ പ്രോഗ്രാം പ്ലസ് ഇൻപുട്സ് കണക്റ്റഡ്, ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഔട്ട്പുട്ടുകൾ ജനറേറ്റ് ചെയ്യും. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുന്ന ലോജിക്കിൽ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ ഓരോ ഔട്ട്പുട്ട് ഡിവൈസസ് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ PLC കൊണ്ട് ചെയ്യുന്നത്. അത് പണ്ട് കാലങ്ങളിൽ റിലേകൾ ചെയ്തുകൊണ്ടിരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ PLCയിൽ ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം, ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒത്തിരി ഹാർഡ് വെയറിംഗ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് ഭയങ്കര എളുപ്പമാണ്. എപ്പോഴും പോകണമെങ്കിൽ നമുക്ക് പോയി പ്രോഗ്രാം നോക്കി ചെയ്യാൻ പറ്റും. പിന്നെ എപ്പം വേണമെങ്കിലും ഇത് ലോജിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റിലേ ആണെങ്കിൽ ഒരു ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ള ഫുൾ വയേഴ്സും കണ്ടുപിടിക്കണം, അങ്ങനെ ഇഷ്യൂസ് ആണ്. അപ്പോൾ ആണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു PLC എന്ന് പറയുന്നത്. ഈ PLCക്കുള്ളത് 8 ഇൻപുട്സ് ആണ്. അതായത് I1, I2, I3 തൊട്ട് I8. അപ്പം 8 ഇൻപുട്സിന്റെ ഒരു PLC ആണ് ഇത്. ഇവിടെ L+M ഇവിടെയാണ് നമുക്ക് സപ്ലൈ കൊടുക്കേണ്ടത്. അതായത് ഏതൊരു PLCയും വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സപ്ലൈ നമ്മൾ കൊടുക്കണം. അത് AC ആവാം DC ആവാം. എങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും പ്രിഫർ ചെയ്യുക DC ആയിരിക്കും. അതിന്റെ സേഫ്റ്റിയും പവർ കൺസംഷനും അവൈലബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ DC തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. വളരെ റെയർ ആയിട്ട് മാത്രമേ AC ഞാൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ L+ എന്ന് പറയുന്നത് 24 വോൾട്ട് പോസിറ്റീവും, M എന്ന് പറയുന്നത് കോമൺ, അതായത് നെഗറ്റീവുമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഇൻപുട്ട് സെക്ഷൻ. ഏതൊരു PLCയുടെ മൊബൈൽ ഭാഗത്ത് തന്നെ ആയിരിക്കാം ഇൻപുട്സ് കൂടുതലും കാണുക. അല്ലെങ്കിൽ കാർഡായിട്ട് സെപ്പറേറ്റ് വരുവാണെങ്കിൽ മാത്രമേ അവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. CPU വെച്ചുള്ള PLC ആണെങ്കിൽ എപ്പോഴും ഇൻപുട്ട് മുകളിൽ തന്നെയായിരിക്കും. ഇത് സിമൻസ് ആയതുകൊണ്ടാണ് ഐയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ Q1, Q2, Q3, Q4 4 ഔട്ട്പുട്ടാണുള്ളത്. ഇത് റിലേ ഔട്ട്പുട്ടുകളാണ്. അതായത് റിലേ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു റിലേയുടെ ഒരു കോൺടാക്ട് പോലെ, NO കോൺടാക്ട് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ 1ൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് 2ൽ കിട്ടും. എപ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ട് Q1 ഓൺ ആകുമ്പോൾ. Q1 ഓൺ ആകുമ്പോൾ 1ൽ കൊടുത്ത സാധനം അത് 20ൽ 24 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2ൽ നമുക്ക് 24 കിട്ടും. Q1 ഓഫ് ആണെങ്കിൽ കിട്ടില്ല. അപ്പോൾ Q1ൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ് വർക്ക് ചെയ്യും ഇല്ല. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. പിന്നെ ഇത് ഒരു സിമൻസിന്റെ ലോഗോ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പ്ലേയും ആരോ ഡൗൺ ആരോ എസ്കേപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഈ കീപാഡ് വെച്ച് തന്നെ ചെറിയ രീതിയിലൊക്കെയുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ഭയങ്കര കോംപ്ലക്സ്, ഇത്ര എളുപ്പമല്ല. പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ബേസിക് വയറിംഗ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന്റെ 24 പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ പവർ സപ്ലൈ SMBS നിന്ന് കൊടുത്തിട്ടുണ്ട്. SMBSന്റെ ഇൻപുട്ട് ആയിട്ട് 230 വോൾട്ട് ഫേസും ന്യൂട്രലും എർത്തും ഓൾറെഡി നമ്മൾ സോക്കറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ പവർ PLCയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ ഇൻപുട്ടിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ പുഷ് ബട്ടൺ ആണ്. നമുക്ക് എമർജൻസി പുഷ് ബട്ടണും ഒരു ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാം. മേ ബി അത് പ്രോഗ്രാം ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാം. ഇപ്പം വയറിങ്ങിന്റെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒരു ഇൻപുട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻപുട്ടിന്റെ പുറകിൽ നമുക്ക് NO കോൺടാക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇത് X1, X2 എന്ന് പറയുന്ന ഈ ലൈറ്റ് കത്താം. ഇത് ഇലുമിനേറ്റഡ് പുഷ് ബട്ടൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 24 കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. അപ്പൊ അതിനുവേണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഔട്ട്പുട്ട് ഇതൊരു, അതായത് ഈ ലൈറ്റിനെ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 24 വോൾട്ട് എടുത്തുകൊണ്ട്
പവർ സപ്ലൈയിൽ നിന്ന് ഒരു 24 വോൾട്ട് എടുത്ത് ഈ സ്വിച്ചിന്റെ എണ്ണയുടെ ഒരു കോണ്ടാക്റ്റിലേക്ക് കൊടുക്കുന്നു. കേബിൾസിന്റെ കളർ കോഡിംഗ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതൊരു ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ കളർ കോഡിംഗ് ഒന്നും കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, അല്ല നിങ്ങൾ എന്നിട്ട് എന്നോട് തന്നെ ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് പോയി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ ഇൻപുട്ടിലേക്കാണ്, അതായത് I1 കൊടുക്കാൻ പോകുന്നത്. അതായത് ഇപ്പം ചെയ്തിരിക്കുന്നൊന്നുമില്ല, നമ്മൾ പവർ സപ്ലൈയിൽ നിന്ന് ഒരു 24 എടുത്തുകൊണ്ട് സ്വിച്ചിന്റെ NO വഴി കയറി നമ്മൾ PLCയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതായത് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് കിട്ടും. അതായത് സ്റ്റാർട്ട് എന്നുള്ള ഇൻപുട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് എന്നുള്ള ഇൻപുട്ട് നമുക്ക് PLC കിട്ടും. അതാണ് നമ്മളിപ്പം ആകെ ചെയ്തിരിക്കുന്ന ഒരു വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പിന്റെ വേണമെങ്കിൽ നമുക്ക് എമർജൻസിയുടെ വേറൊരു ഇൻപുട്ടായിട്ട് കൊടുക്കാം. അതായത് 24 ഇവിടുന്ന് 24 ലൂപ്പ് ചെയ്ത് നമ്മൾ ഇതിന്റെ NCയിൽ കൊടുക്കുന്നു. സ്റ്റോപ്പിന്റെ NCയുടെ ഇവിടുന്ന് ഒരു വയർ എടുത്തുകൊണ്ട് പോയി I2ലേക്ക് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സ്വിച്ചിനെ സ്റ്റാർട്ടായിട്ടും ഈ സ്വിച്ചിനെ സ്റ്റോപ്പായിട്ടും രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ കൊടുത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതിന്റെ ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അതായത് സ്റ്റാർട്ട് ഇൻപുട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് ശ്രദ്ധിക്കാം. 4 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം ഒരു ഔട്ട്പുട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ Q1ലേക്ക് ഞാനൊരു 24, അതായത് പവർ സപ്ലൈ എന്ന് വരുന്ന 24 തന്നെ ഇവിടെ കൊടുക്കുന്നു. ഇതിന്റെ ഔട്ട്പുട്ട് അതായത് രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഞാൻ എൻ്റെ ഈ കോണ്ടാക്ടറിന്റെ A1ലേക്ക് കൊണ്ട് കൊടുക്കുന്നു. A1ലേക്ക് കൊണ്ട് കൊടുക്കുന്നു. A2ൽ ഞാൻ നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ PLCയിൽ ഇൻപുട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് Q1 ഓൺ ആക്കി, പ്രോഗ്രാമാറ്റിക്കലി ഓൺ ആക്കി കഴിയുമ്പോൾ ഈ കോണ്ടാക്ടർ ഓൺ ആവും. അപ്പോൾ ഈ കോണ്ടാക്ടർ നമ്മൾ മോട്ടർ ആണെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ മോട്ടർ ഓൺ ആവും. അപ്പോൾ ഇത് ഓഫ് ആകുമ്പോൾ മോട്ടർ ഓഫ് ആവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതല്ല, ഇനി നമ്മൾ ടവർ ലാമ്പാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ടവർ ലാമ്പിന്റെ പല ലൈറ്റ്സ് ഉണ്ടല്ലോ, റെഡ് ലൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഇതിലൊരു ബസറും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ ടവർ ലാമ്പ് ചുമ്മാ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അപ്പം ടവർ ലാമ്പിന്റെ ഈ വൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ 24 വോൾട്ട് തരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ടവർ ലാമ്പിന്റെ ഇത് Q1ന്റെ 1ലേക്ക് ടവർ ലാമ്പിന്റെ ഇത് കൊടുത്തു. പിന്നെ ഞാൻ ഇത് ടവർ ലാമ്പിന്റെ തന്നെ മറ്റേ എന്താ പറയാ ഗ്രീനും ബസറും ആണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ബാക്കി ഔട്ട്പുട്ടായിട്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഈ സെയിം ആണല്ലോ 24 വോൾട്ട് സെയിം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും 1 ഞാൻ ലൂപ്പ് ചെയ്തു, അതായത് 24 വോൾട്ട് കൊടുത്തു. ഞാൻ ഇത് രണ്ടോടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ എല്ലാത്തിന്റെയും Q1ൽ എല്ലാ ഔട്ട്പുട്ടിന്റെയും 1, 2, 3 ഔട്ട്പുട്ടിന്റെ ഫസ്റ്റ് പോയിന്റിൽ 24 വന്നിട്ടുണ്ട്. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് റെഡ് ആണ്. അതായത് റെഡ് ലൈറ്റ് നമുക്ക് എപ്പോഴാണ് കത്തേണ്ടത്? അപ്പൊ ആദ്യത്തെ ഔട്ട്പുട്ട് ഞാൻ റെഡ് ലൈറ്റിലേക്ക് കൊടുക്കും. അതായത് നമ്മുടെ ടവർ ലാമ്പിന്റെ റെഡ് കത്തണം. ഓക്കെ, ഞാൻ ആദ്യത്തെ ഔട്ട്പുട്ട് റെഡ് ലൈറ്റ് ആണ് കൊടുത്തത്, ടവർ ലാമ്പിന്റെ റെഡ് ലൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ ലൈറ്റ് ഞാൻ ഗ്രീനിലാണ് കൊടുക്കുന്നത്. അതായത് രണ്ടാമത്തെ ഔട്ട്പുട്ട് നമുക്ക് ഗ്രീനിൽ കൊടുത്തു കഴിയുമ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ട് ഓൺ ആകുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തണം. ഓക്കെ, മൂന്നാമത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബസറാണ് കൊടുക്കുന്നത്. അതായത് വയലറ്റ് കേബിൾ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇതിന്റെ ബസറാണ് ഞാൻ മൂന്നാമത്തെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. അതായത് Q3ൽ കൊടുത്തു. അപ്പം വേണേ എനിക്ക് Q4ൽ വേറെ ലൈറ്റ് യെല്ലോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കോണ്ടാക്ടറിന്റെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പ്രോഗ്രാമിങ്ങിന്റെ വീഡിയോയിലും അടുത്ത വീഡിയോസിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട്. അതായത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ടവർ ലാമ്പിന് പ്രത്യേകിച്ച്
ഒരു സപ്ലൈ കൂടെ കൊടുക്കണം. അത് 24 വോൾട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ടവർ ലാമ്പാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പല ടവർ ലാമ്പിനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണ്ട, അതിന്റെ ഓൾറെഡി ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ടവർ ലാമ്പിന് 24 കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഈ നമ്മുടെ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അത് 24 വോൾട്ടിലും നെഗറ്റീവിലും ഇത് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ടവർ ലാമ്പിന്റെ കണക്ഷൻസ് കഴിയും. അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. നമ്മുടെ PLCക്ക് വേണ്ട ഒരു സപ്ലൈ നമ്മൾ ആദ്യമേ കൊടുത്തു 24 വോൾട്ട്. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട്സ് എന്തൊക്കെയാണോ അത് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു സ്വിച്ച് മാത്രം കൊടുത്തു. അത് 24 എടുത്തുകൊണ്ട് സ്വിച്ച് വഴി കറക്കിക്കൊണ്ട് നമ്മുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അതിനുശേഷം ഔട്ട്പുട്ടായിട്ട് ഈ എല്ലാ ഔട്ട്പുട്ടിന്റെയും കോമൺ പോയിന്റിൽ ഞാൻ 24 കൊടുത്തു. അതിനുശേഷം ഔട്ട്പുട്ടിന്റെ രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് വേണ്ട ഏതൊക്കെ ഔട്ട്പുട്ട്സ് ആണോ, അതായത് Q1ൽ ഞാൻ റെഡ് കൊടുത്തു, Q2ൽ ഗ്രീൻ കൊടുത്തു, Q3ൽ ബസർ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യാം. സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് റെഡ് കത്തണം, അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഗ്രീൻ കത്തി ബസർ നിൽക്കണം എന്നുള്ള പ്രോഗ്രാം ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ സ്റ്റാർട്ട് ഇൻപുട്ട് വന്നതിന് ശേഷം ഇതിൽ ഞാൻ ആ പ്രോഗ്രാം ആ രീതിയിൽ ലാഡർ ലോജിക് എഴുതുകയാണെങ്കിൽ, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ലോജിക് അനുസരിച്ച് ഇത് സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ Q1 ഒരു കുറച്ച് നേരത്തേക്ക്, ഇപ്പോൾ 5 സെക്കൻഡിലേക്ക് Q1 ഓൺ ആയിരിക്കും, Q1ഉം Q3 ഓൺ ആയിരിക്കും. അതായത് നമ്മുടെ റെഡ് ലൈറ്റും ബസറും ഓൺ ആയിരിക്കും. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടും ഓഫ് ആവുകയും Q2 ഗ്രീൻ ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ മോട്ടോർ വല്ല ഓൺ ആക്കണമെങ്കിൽ മോട്ടോർ ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലോജിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു PLC വെച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് PLCയുടെ ഗുണം. ഇനി ഈ ലോജിക്ക് നിങ്ങൾക്ക് മാറ്റണോ, ഏത് സെക്കൻഡിൽ നിങ്ങൾക്ക് മാറ്റാം, എപ്പോൾ വേണമെങ്കിലും മാറ്റാം, ഏത് ഇൻപുട്ട് വരുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് PLC ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഹാർഡ് വയറിങ്ങിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന്റെ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാം, ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എവിടുന്ന് കിട്ടും, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിന്റെ ബേസിക്സ് എന്തൊക്കെയാണ്, എന്താണ് ലാഡർ ലോജിക്കിന്റെ ബേസിക്സ്, ഇതൊക്കെയാണ് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഞങ്ങൾ ചെയ്ത് കാണേണ്ട വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് റീച്ചുകൾ കൂടുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് പെട്ടെന്ന് തന്നെ ചെയ്യാനും ഇതിനായിട്ട് സമയം കണ്ടെത്താനും ഒക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ PLCയുടെ വീഡിയോ തന്നെ വളരെ ദയനീയമായിട്ടാണ് ഓടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ ഇത്രയും ഇത് വന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും, നിങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ താങ്ക് യു.